വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് നിങ്ങൾക്കും കുറച്ച് ഇൻഫർമേഷനൊക്കെ തന്ന് ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ ഈ പരിചയപ്പെടുത്തി തരാൻ പോകുന്ന വ്യക്തി വളരെയധികം നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഒരു ഇൻസ്പിറേഷൻ തരാൻ പോകുന്ന ഒരു വ്യക്തിയാണ്, തന്നിട്ടുള്ള വ്യക്തിയാണ്. ഇനി ഈ വ്ളോഗിലൂടെ നിങ്ങൾക്ക് കൂടുതൽ പേർക്ക് ഈ ഒരു ഇൻസ്പിറേഷൻ നിങ്ങൾക്ക് കിട്ടും. ഐ എം ഷുവർ അബൌട്ട് ദാറ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും സമയം കളയണ്ട, നമുക്ക് എന്തായാലും വിട്ടു വരാം. ഇറങ്ങിയപ്പോഴേ ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു, നിങ്ങളുടെ ഒരു ഇഷ്ട താരത്തെയാണ്, ഞങ്ങളുടെ വളരെ അടുത്ത ഒരു ഫാമിലി ഫ്രണ്ടിനെ കൂടിയാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്. ഇതാണ് ആള്. കാരണം എന്താണെന്നറിയോ, ഞാൻ ആദ്യമേ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്ന് ഞാൻ പരിചയപ്പെടുത്തി തരാൻ പോകുന്ന ആ വ്യക്തിയിൽ നിന്ന് നമുക്ക് ഒരുപാട് ഇൻസ്പിറേഷൻ കിട്ടാൻ, ഒരു മോട്ടിവേഷൻ കിട്ടാൻ ചാൻസ് ഉള്ള ഒരാളാണ്. ഇപ്പോൾ പലർക്ക് എല്ലാവർക്കും അത് അറിയാം. അപ്പോൾ ഇനി അറിയാത്തവരൊക്കെ ഉണ്ടെങ്കിൽ നല്ല മോട്ടിവേഷൻ ആയിട്ട് ചേട്ടൻ നല്ല കലക്കനായിട്ട് നല്ല പോസിറ്റീവ് വൈബ്സ് കൊടുക്കുന്ന ആളാണ്. അപ്പോൾ ഇന്ന് അതാണ് നമുക്ക് ആദ്യം വേണ്ടത്. ഓക്കെ, സുധീരൻ്റെ വീട്ടിലെന്ന് വെച്ചാലേ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വരുന്നതാണ്. ഇതിപ്പോൾ ഇന്നിപ്പോൾ എന്തോ ഞാൻ വിചാരിച്ചു നമുക്ക് നമ്മുടെ ബന്ധം ഒന്ന് കാണിക്കാം എന്ന് വിചാരിച്ചു. എന്തുണ്ട് വിശേഷം? നല്ല വിശേഷം. ലോക്ക്ഡൗണിൻ്റെ ഇതിലൊക്കെ ആയിട്ട് ഇങ്ങനെയൊക്കെയാണ്. പിന്നെ ഇപ്പം ഏതായാലും ക്ലബ് ഹൗസിൽ പാട്ട് പാടലാണ് ആശാന്റെ മെയിൻ ജോലി. ഇടയ്ക്കിടയ്ക്ക് ഞാനും പോയിരുന്നു പാട്ട് പാടും. അതൊക്കെയാണ് ഇവിടുത്തെ മെയിൻ പരിപാടികൾ. അപ്പോൾ സുധീരൻ നമ്മൾ തമ്മിലുള്ള ബന്ധം സ്റ്റാർട്ട് ചെയ്തത് ദേവി മഹാത്മ്യം, ഏഷ്യനെറ്റിലെ ദേവി മഹാത്മ്യം സീരിയൽ ചെയ്യുമ്പോൾ ഞങ്ങൾ തമ്മിലായിരുന്നു പെയറായിട്ട് ചെയ്തത്. അപ്പൊ അന്ന് തുടങ്ങിയ ബന്ധമാണ്, അതിപ്പോഴും നിലനിൽക്കുന്നു, എന്തും നിലനിൽക്കുന്നു. 11 വർഷമായി. 2010 ഞാൻ പിന്നെ എന്നാ പറയുക, ഇങ്ങനെ വർഷങ്ങളൊന്നും കൗണ്ട് ചെയ്യൊന്നുമില്ല. ഇപ്പൊ 11 വർഷമായി വിശ്വസിക്കാൻ പറ്റില്ല കേട്ടോ. ശരി, അപ്പൊ 11 വർഷമായി നമ്മളുടെ ഫ്രണ്ട്ഷിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ട്. സാധാരണ ആക്ടേഴ്സ് ഒക്കെ ആയിട്ട് അഭിനയിക്കും പോവും, ഇപ്പൊ ഫീൽഡിലുള്ളവരൊക്കെ ആയിട്ട് നമ്മൾ അഭിനയിക്കും. ചിലപ്പോൾ ആ പ്രോജക്റ്റ് ചെയ്യുന്ന ചിലപ്പോൾ അവരായിട്ട് ചിലപ്പോൾ കോണ്ടാക്ട് ഉണ്ടാവണമെന്ന് തന്നെ, അതെ അതെ കോണ്ടാക്ട് ഉണ്ടാവണമെന്ന് തന്നെ ഉണ്ടാവില്ല. അപ്പോൾ ഞങ്ങളുടെ ബന്ധത്തിന്റെ ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഫാമിലി ആയിട്ടും ഒക്കെ വളരെ ക്ലോസ് ആണ്. പിന്നെ അടുത്താണ് നമ്മൾ താമസിക്കുന്നത്. അപ്പൊ എപ്പോൾ വേണമെങ്കിലും ഇവിടുന്ന് അങ്ങോട്ടും അവിടെ നിന്ന് ഇങ്ങോട്ടും ഒക്കെ വരാം. ചേട്ടാ, നമുക്ക് നമ്മളുടെ ഫാമിലി, പ്രിയ ചേച്ചി അവിടെ ചായ എടുക്കാൻ വേണ്ടി പോയിരിക്കാം അല്ലെ. നമ്മൾ ഫാമിലി ഒക്കെ പറ്റിയിട്ട് എല്ലാം അറിയാം എല്ലാവർക്കും, എന്നാലും ഇവിടെ ഇല്ല, കാനഡയിലാണ്. സുധീരനെ കണ്ടാ പറയോ ഇത്രയും വലിയ 2 ആമ്പിള്ളേരുടെ അച്ഛനാണെന്ന്. കാനഡയ്ക്ക് പോകാൻ പോകും, അതിനുള്ള തയ്യാറെടുപ്പ് നടക്കുന്നു. അവരും രണ്ടുപേരും കാനഡയ്ക്ക് പറക്കാനുള്ള ഒരാൾ പറഞ്ഞു. കുഞ്ഞുങ്ങൾക്കാർക്കും ഇവിടെ നിൽക്കാൻ താല്പര്യമില്ല, എല്ലാവർക്കും അവിടെ ഇവിടെ നിന്നിട്ട് എന്താ പറയാ, അച്ഛൻ സിനിമയില് അഭിനയിക്കാൻ വിടില്ല. എന്താ പിന്നെ ഞാൻ പറഞ്ഞു, പിന്നെ വേണ്ട മോനെ, സിനിമയിൽ നിൽക്കാൻ പോകണ്ട, പോയി പഠിച്ച് അവരുടെ സ്വന്തം കാലിൽ നിൽക്കാൻ ശ്രമിക്കും. കാര്യം എന്ന് വെച്ചാൽ ഞാനും അങ്ങനെയാണ്. എനിക്ക് സിനിമയിൽ അഭിനയിക്കണമെന്നൊക്കെ ഒരുപാട് ആഗ്രഹമായിരുന്നു കുഞ്ഞിലെ. അപ്പം ഞാൻ സിനിമയിൽ അഭിനയിക്കാൻ പോയി കഴിഞ്ഞാൽ ശരിയാകില്ല. അതുകൊണ്ട് പിന്നെ കഷ്ടപ്പെട്ടു ഗൾഫിൽ പോയി കാശ് സമ്പാദിച്ചു, വന്ന് പെങ്ങളെ കെട്ടിച്ചു, കല്യാണം കഴിച്ചു. പിന്നെ അത് കഴിഞ്ഞാണ് ഭാര്യ വീട്ടുകാരുടെ പെർമിഷനോട് കൂടി സിനിമയിലേക്ക് അഭിനയിക്കാൻ പോകണമെന്ന് വെച്ചിട്ടാണ്. അഭിനയിക്കാൻ പോകണമെന്ന് വെച്ചാൽ അവിടെ ചാൻസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ബുദ്ധിമുട്ടാണോ? ആരും കൂടി ചെന്ന് കഴിഞ്ഞാൽ എനിക്ക് അഭിനയിക്കണം. അപ്പൊ ഞാനങ്ങ് എറണാകുളത്തേക്ക് താമസം മാറ്റി
ശ്രമങ്ങൾ തുടങ്ങി. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അപ്പോൾ ഒരു സീരിയലിൽ ഒരു വേഷം നമ്മുടെ സുഹൃത്തുണ്ട് ഷിജു ഒരു സീരിയലിലൊക്കെ അദ്ദേഹമായിട്ട് പരിചയപ്പെട്ടു. അങ്ങനെ അദ്ദേഹം മുഖാന്തരം നമ്മുടെ സുധീർ ശങ്കറിനെ പരിചയപ്പെട്ടു. അങ്ങനെ സുധീർ ശങ്കറിന്റെ സീരിയലിൽ ദുർഗ എന്നൊരു സീരിയൽ, അങ്ങനെ ദുർഗയ്ക്കകത്ത് പിന്നെ ഒരു പോലീസ് ഓഫീസറെ വേഷം ചെയ്തു തിരുവോട്ടാണ്. അപ്പോൾ അങ്ങനെയൊക്കെ അത് ചെയ്തുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് ആ സീരിയൽ കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ അഭിനയം പോകും. അങ്ങനെയാണ് യാദർശ്യമായിട്ട് ഉദയേട്ടനെ പരിചയപ്പെടുന്നത്. നമ്മുടെ സിബി ഉദയേട്ടനെ പരിചയം. ഉദയേട്ടൻ പറഞ്ഞ് നാളെ ഒരു തിയേറ്ററിൽ വെച്ച് കാണും. പറഞ്ഞു എന്താ പറയുക, കവിത തിയേറ്ററിൽ വെച്ച് സിനിമ കാണാൻ വരാം, കമൽ സാറിന് നമ്മളെന്നുള്ള സിനിമ. അപ്പം പറഞ്ഞ് നാളെ ഹൈവേ കടം വരാൻ വന്നാൽ അവിടെ എല്ലാ ഡയറക്ടറും ദിലീപേട്ടൊക്കെ ഉണ്ട്, ഡയറക്ടറൊന്നും കണ്ടാവും. അപ്പോൾ ഹൈവേ കാണാൻ ചെന്നപ്പോഴത്തേക്ക് അവരെല്ലാവരും വരുന്നുണ്ട്. അതിൻ്റെ സദസ്സിലേക്ക് ഞാൻ ചോദിച്ചു ഏത് വിഷയം ഇയാൾ ഒരു ആ ഒരു ക്രൂവൽ ലുക്ക് വരുന്നുള്ളത്. കാരണം ഇപ്പൊ എൻ്റെ ഈ അവസ്ഥയാണ്. സാധാരണ ചോക്ലേറ്റ് അങ്ങനെ എന്താ പറയാ, പോയി ഒന്ന് മുട്ടയൊക്കെ അടിച്ചിടുക, മുടിയൊക്കെ വെട്ടി. എന്നെ ഞാൻ മുട്ട അടിക്കാൻ പറഞ്ഞാൽ മുടി വെട്ടില്ല. ഇത്ര മുടിയൊക്കെ ഉള്ള ഞാൻ മുടി വെട്ടാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം എനിക്ക് പറയോ മുടിയൊന്നും വെട്ടാൻ പറ്റില്ല. ഞാൻ ഉടനെ എന്ത് ചെയ്താൽ തൊട്ടടുത്ത് ബാർബറിൽ പോയി മുടിയൊന്നും ട്രിം ചെയ്ത് ആ മീശ എടുത്ത് കളഞ്ഞിട്ട്, നേരത്തെ മീശയൊക്കെ വെച്ചൊരു ഭാഗവത ലുക്കാണ് എടുത്ത് ചെന്നപ്പോ ഇപ്പൊ കൊള്ളാം. അപ്പൊ ഇയാളെ മിക്സ്. അങ്ങനെയാണ് CID മൂസ എന്നുള്ള എവർഗ്രീൻ ഹിറ്റ്. അതായത് ഏറ്റവും കൂടുതൽ നമ്മളെ അങ്ങനെയാണ് ജീവിതത്തിലൊരു എന്താ പറയാ സിനിമ നടന്ന രീതിയിൽ എൻട്രി എന്ന് പറയുന്നത് CID മൂസ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് പെട്ടെന്ന് എന്തായാലും അതൊന്നല്ല കൊച്ചിരാജാവ് അവിടെ തന്നെ അതാണ് ഈ എന്റെ എന്താ പറയാ മുത്തെന്നുള്ള ക്യാരക്ടർ. അത് എന്താ പറയാ സിനിമയിൽ മലയാള സിനിമയില് ഇതിലൊക്കെ ചെറിയ ചെറിയ എന്താ പറയാ വലിയ ശ്രദ്ധിക്കപ്പെടുന്ന ചെയ്ത വേഷങ്ങളല്ല അത്യാവശ്യം ശ്രദ്ധിക്കപ്പെടുന്ന സാധനങ്ങളാണ്. സത്യം എല്ലാം ജോഷി സാറിന്റെ കൂടെ നാല് പടം ചെയ്തു. അവരെല്ലാം അങ്ങനെ ഉള്ള ഭാഗ്യമൊക്കെ എനിക്കുണ്ടായിരുന്നു. അപ്പം അതൊരു വലിയ അനുഗ്രഹമായിട്ട് അങ്ങനെ ഈ പറഞ്ഞ പോലെ തന്നെ വിനയ് സാറിനെ പരിചയപ്പെടാൻ കഴിഞ്ഞു. പിന്നെ വിനയ് സാറിനോട് 3 പടം ചെയ്തു. വിനയ് സാറിന്റെ ഒരു ക്രൈസിസ് പുള്ളിക്ക് ഇങ്ങനെ കുറച്ച് വിഷയമൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ നല്ല സ്ട്രോങ് ആയിട്ട് നിന്ന് വെച്ചാൽ പലരും ആര് പറഞ്ഞിട്ട് കുരുങ്ങില്ല. അങ്ങനെ അദ്ദേഹം എന്നെ വെച്ച് 3ാമത്തെ പടം ചെയ്തത് എന്നെ നായകനാക്കിയാണ് ഡ്രാക്കുള. അതൊരു ഒരു പുതിയ നല്ലൊരു അനുഭവമായിരുന്നു അത്. അങ്ങനെ താരങ്ങൾ പറയുകയാണെങ്കിൽ ഏത് സുധീർ, 2 സുധീറുകളുണ്ട്, സുധീർ കാമനാണോ അല്ല ഡ്രാക്കുള സുധീർ, അങ്ങനെ ഒരു പേര് എന്നെ പറ്റി എന്റെ മുമ്പിലാരും വിളിക്കാറില്ലെങ്കിൽ പുറകെ പിന്നെ ആ സുധീറിനെ വിളിക്കാൻ പറ്റത്തില്ല. ഏത് സുധീരാ? ഡ്രാക്കുള സുധീർ. അപ്പൊ അങ്ങനെ ഡ്രാക്കുള സുധീറിന് പേരായി ആ സിനിമ ഉണ്ട്. ഇപ്പൊ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾക്ക് കുറച്ച് പേർക്കൊക്കെ ഇതിന് മുന്നേ പല ഇന്റർവ്യൂസിലൂടെ നല്ലൊരു കലകൻ തെലുങ്ക് പടം ചെയ്യുന്നുണ്ട്. അത് പറയാനുള്ളത് അത് പിന്നെ നല്ല ഉഗ്രം പടമാണ്. അത് സിനിമയുടെ കഥ സംഭവം അറിയാമോ? സിനിമയിൽ എങ്ങനെ പോയി എന്താ സാഹചര്യം അറിയാമോ? എനിക്ക് അത് ചോദിക്കുന്നുണ്ട്. ഞങ്ങളെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ച പെട്ടെന്ന് ഞങ്ങളെപ്പോലുള്ളവർക്ക് പെട്ടെന്നൊരു ഷോക്കായി പോയ ഒരു കാര്യം ഈ അടുത്ത് സുധീരന്റെ ജീവിതത്തിൽ നടന്നു. അത് സുധീരന്റെ ക്യാരക്ടർ എനിക്ക് അറിയാവുന്നതുകൊണ്ട് എന്നെ ഇത് പറയാൻ വേണ്ടിട്ട് ഫോൺ വിളിച്ചപ്പോ ഞാൻ പറഞ്ഞ സുധീരനെ വെറുതെ പറയുന്നു ഒന്നും പോയാലും ഞാനിവിടെ ഞാൻ എന്താ പറയാ ഹോസ്പിറ്റലില് എന്താ പറയാ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി. അത്യാവശ്യം ബാത്റൂം പോകുമ്പോഴൊക്കെ ബുദ്ധിമുട്ട്, അങ്ങനെ കുറച്ച് ബയൽസിന്റെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ബ്ലഡ് ഒക്കെ വരുവാണ്. അപ്പൊ അത് ബയൽസിന്റെ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഒരു വർഷം 1.5 വർഷം ഇങ്ങനെ കൊണ്ടു നടന്നു. അങ്ങനെ ബുദ്ധിമുട്ട് കൂടുതൽ വന്നപ്പോഴത്തേക്കും പൈൽസിന്റെ അല്ലാന്ന് ഞാൻ തന്നെ തീരുമാനം എടുക്കുകയും അപ്പോൾ ഞാൻ എല്ലാവരും പറയാൻ തുടങ്ങി എന്തോ പ്രശ്നമുണ്ട്, ക്യാൻസർ ആണെന്ന് തോന്നുന്നു. അപ്പൊ ആളുകളൊക്കെ എന്റെ കൂട്ടുകാരൊക്കെ തന്നെ ചോദിച്ചു ക്യാൻസർ അങ്ങനെ പറയരുത് പറഞ്ഞാ അങ്ങനെ ആണെങ്കിൽ ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും, ചാൻ പറ്റും, ഫേസ് ചെയ്ത് തന്നെ സംശയമുണ്ട്, അല്ലെങ്കിൽ പൈൽസിന്റെ ആയിരിക്കില്ല, അല്ലെങ്കിൽ കുടലിലെന്ന ക്യാൻസർ. ഞാനിത് ചെയ്യുന്നതിന് മുമ്പായിട്ട് കൊളോണോസ്കോപ്പി ചെയ്യുന്നതിന് മുമ്പ് ഞാൻ മനസ്സിൽ തീരുമാനം എടുത്തു എനിക്ക് ക്യാൻസർ ആയിരിക്കും എന്നൊരു തോന്നലുണ്ട്. അങ്ങനെ ചെയ്യുന്നു. ചെന്നപ്പോൾ എനിക്കറിയാം ഇത് എന്താ പ്രശ്നമുണ്ടെന്ന് മനസ്സിലായി. അപ്പം കൊളോണോസ്കോപ്പി മോണിറ്ററിലേക്ക് നോക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ കാണാം. ഇപ്പം ഈ ക്യാമറ പോകുന്നത് നമുക്കിപ്പോൾ ഉള്ളിൽ കുടലിൽ നല്ലൊരു മുഴ, ക്യാമറ അകത്തേക്ക് കയറുന്നില്ല, കുടലും ബ്ലോക്കായി കിടക്കാൻ പോലെ. ഉടനെ ഡോക്ടർ ഗോഡെന്നൊക്കെ പറയുന്നത് അവർ നമ്മൾ സംസാരിക്കുന്നത് ചെറിയ മയക്കിട്ട് നമ്മൾ ചെയ്യണം, മയക്കത്തിലേക്ക് കേൾക്കുക ഇങ്ങനെ കാണില്ല. അങ്ങനെ
ഡോക്ടർമാർ റൂമിലേക്ക് കൊണ്ടുപോയി ഉടനെ തന്നെ എൻഡോസ്കോപ്പ് ചെയ്യാൻ പറഞ്ഞു. മറ്റേ എൻഡോസ്കോപ്പ് എന്താ പറയുക, CT സ്കാൻ ചെയ്യാൻ പറഞ്ഞു. സ്കാനൊക്കെ ചെയ്ത് വന്നപ്പോഴത്തേക്ക് ഉറപ്പിച്ചു ക്യാൻസർ ആണെന്ന് പറഞ്ഞു. അത് പറയാനായിട്ട് ഡോക്ടർമാർക്ക് മടി. അപ്പോൾ ഉടനെ ഞങ്ങളും റൂമിൽ ഇരിക്കുമ്പോൾ 2-4 ഡോക്ടർമാർ, എൻ്റെ സുഹൃത്ത് ഉൾപ്പെടെ, നമ്മുടെ ജേക്കബ് ഡോക്ടർ ഉൾപ്പെടെ മത്സരിച്ചില്ല, ഇലക്ഷൻ മത്സരിച്ചില്ല, ജേക്കബ് ഡോക്ടർ ഉൾപ്പെടെ പിന്നെ വന്നിട്ട് പറഞ്ഞു സുധീരെ ചെറിയ പ്രശ്നമുണ്ട്. ക്യാൻസർ അല്ലേ? ഞാൻ പറഞ്ഞു അതെ, എന്ത് ചെയ്യാൻ, എനിക്ക് സിനിമയുണ്ട്, തെലുങ്ക് പടം. അത് ഞങ്ങൾ ഞെട്ടിപ്പോയെന്നറിയോ, തെലുങ്ക് പടത്തിന്റെ ഹൈദരാബാദിലേക്ക് പോകാൻ നേരത്തെ എന്താ കൊറോണ ടെസ്റ്റിന്റെ ഒരു ആവശ്യത്തിനും കൂടി പോയപ്പോഴാണ് ഇത് പെട്ടെന്ന് ഇങ്ങനെയാണെന്നുള്ള അറിയാൻ പറ്റിയത് അല്ലെ. ആദ്യമായിട്ടായിരിക്കും ക്യാൻസർ എന്ന് പറഞ്ഞിട്ട് ഒരാൾ ചിരിക്കുന്നത് ഞാൻ കാണുന്നത്, എന്നിട്ട് എനിക്കും ചിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. നീ അറിഞ്ഞോ എനിക്ക് ക്യാൻസർ ആണ്? അതെന്തറിയോ പെട്ടെന്ന് അത് അറിഞ്ഞ ഉടനെ എന്നിട്ട് ഞാൻ ഡ്രൈവ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുമ്പോഴായിരുന്നു ചേട്ടാ ഒരു ദിവസം എന്നെ വിളിച്ച, നീ അറിഞ്ഞോ എനിക്ക് ക്യാൻസർ ആണെന്ന് പറഞ്ഞു. എന്നിട്ടാണ് ഇപ്പൊ ഞാൻ ഒന്ന് പോയ ചേട്ടാ, കാരണം ചേട്ടാ ഇടയ്ക്കിടയ്ക്ക് എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ പറ്റിക്കാറുള്ളതാണ്. ഇതാണ് ഞാൻ അപ്പൊ എന്താ സംഭവിച്ചെന്ന് വെച്ചാല്, ഇത് ഞാൻ 16-ാം തീയതി ഷൂട്ട് പറഞ്ഞിരിക്കുക. അപ്പോ എനിക്ക് അവിടുന്ന് ഒരു വീഡിയോ അയച്ചു കൊടുക്കാൻ പറഞ്ഞത് ഞാൻ മറന്നു പോയത് ഷൂട്ടെന്ന് പറയുമ്പോൾ. അപ്പം എൻ്റെ ഒരു സുഹൃത്തുണ്ട് മിനി തിരുവേനി, അദ്ദേഹമാണ് എന്നെ റെക്കമെൻഡ് ചെയ്തത്. അദ്ദേഹം പറഞ്ഞു ഇതുപോലെ ഒരു നടൻ, അത് ഇങ്ങനെ ചെയ്യാനുള്ള വെച്ചിരുന്ന നമ്മളിതിനകത്ത് കസ്ബയ്ക്കകത്ത് കസ്ബയിലെ വില്ലൻ മറന്നു സമ്പത്ത് സാറ് ചെയ്യാൻ വെച്ചിരുന്ന വേഷമാണ് പുള്ളിയെ വിളിച്ചിരുന്നത്. അപ്പൊ പുള്ളിക്ക് എന്തോ വേറെന്തോ ഇതായതുകൊണ്ട് പുള്ളി പറഞ്ഞാൽ എനിക്ക് കുറച്ച് ഡേറ്റ് വേണമെന്ന് പറയുമ്പോഴത്തേക്ക് അതിന് പകരം ആരെ വയ്ക്കാൻ പറഞ്ഞപ്പോഴാണ് ഇന്ന ഒരാളുണ്ട് എന്ന് പറഞ്ഞ് എന്റെ ഫോട്ടോ കാണിച്ചു കൊടുത്തു. അങ്ങനെ എന്നെ ഫിക്സ് ചെയ്തു. അങ്ങനെ 16-ാം തീയതി ഷൂട്ട് പറഞ്ഞിരിക്കുക. ഞാൻ ഇത് തിരിച്ചറിയുന്നത് ക്യാൻസറാന്ന് അറിയുന്നത് ജനുവരി 6-ാം തീയതി 16-ാം തീയതി. എന്ത് ഞാനോട്ടാ പറഞ്ഞു എനിക്ക് പടം ഷൂട്ട്, അതിന് ഷൂട്ട് എന്നിട്ട് ട്രീറ്റ്മെന്റ്. ക്യാൻസർ ഇത് ഭയങ്കര സ്റ്റേ ആണ്. 3rd സ്റ്റേജ് കഴിഞ്ഞു ഓൾമോസ്റ്റ്. ചത്തുപോകും ആ പടം ചെയ്തിട്ട് മരിക്കുക. കാരണം ജീവിതത്തിൽ അങ്ങനെ ഒന്നിനെയും എന്താ പറയാ നാളെ മരിക്കുമെന്ന് വെച്ചാൽ എനിക്ക് പേടിയില്ലാത്ത ഒരു, കാരണം എന്റെ ജീവിതത്തില് നല്ല കാര്യം എന്റെ മക്കള് എന്താ പറയാ അവരെ പഠിപ്പിച്ച് ഒരുത്തിലൊരു വഴിക്കാക്കി. ഇളവൻ അവനവന്റെ പടി അവർ നഷ്ടപ്പെടാൻ പോണെ മരിച്ചു പോയി കഴിഞ്ഞാൽ ഭാര്യക്ക് ഭർത്താവില്ലാതാവും എന്നല്ലാതെ എനിക്ക് വേറൊന്നും ഒരു പ്രത്യേക പ്രശ്നങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ ഭയങ്കര മരിക്കട്ടെ. ഇപ്പൊ ഏതായാലും ഇല്ല, എനിക്ക് ആ സിനിമ അങ്ങനെ ഞാൻ ആ സിനിമയ്ക്ക് പോകാൻ തയ്യാറായി, മിണ്ടാതെ സിനിമയ്ക്ക് പോകാൻ തയ്യാറായപ്പോഴത്തേക്ക് ഡോക്ടറുടെ എന്റെ സർക്കിളിലുള്ള ഡോക്ടർമാരൊക്കെ ഈ ന്യൂസൊക്കെ അറിയുന്നു. അപ്പൊ എന്താ സംഭവിച്ചേ, മറ്റേ എല്ലാരും വിളിച്ചു പറഞ്ഞു സുധീറിന്റെ തീരുമാനം സിനിമ നാളെ കിട്ടും, പക്ഷെ ജീവൻ പോയി കഴിഞ്ഞാൽ സുധീറാണ് മെയിൻ, അല്ലാതെ സിനിമയല്ല. പിന്നെ ഇത് ഷൂട്ട് ചെയ്യുന്നത് എന്താ പറയുക, ഷൂട്ടിംഗ് ഒക്കെ പിന്നെ ചെയ്യാം. അങ്ങനെ എൻ്റെ സുഹൃത്ത് മറ്റേ ഡോക്ടർ നൗഷാദ് ENT വിളിച്ചിട്ട് തന്നെ ഫയർ ചെയ്ത് സുധീർ ഇതിന്റെ അവസ്ഥ അറിയാമോ, റിസൾട്ട് ഞാൻ പുള്ളിക്ക് അയച്ചു കൊടുത്തു. എനിക്ക് അയച്ചു തരാൻ പറഞ്ഞു. റിസൾട്ട് അയച്ചു കൊടുത്തപ്പോഴത്തേക്ക് അല്ല സുധീർ ഇന്നത് മണിക്കൂറുകൾക്കുള്ളിൽ ഇത് സർജറിയാണ്. കാരണം ഇത് അവിടെ നിന്ന് പൊട്ടും, ഓൾമോസ്റ്റ് പൊട്ടി ബ്ലഡ് വന്നുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞു. ഞാൻ പറയാം സിനിമ മിണ്ടണ്ടവരോട്, സിനിമ സുധീറിനത് പടം ചെയ്യാൻ യോഗം ഉണ്ടെങ്കിൽ പടം കുറച്ച് ദിവസം കൊണ്ട് നീളും. സുധീറിന് ചിലപ്പോൾ അടുത്ത മാസമായിരിക്കും ഷൂട്ട്. സുധീറിന് പതുക്കെ പോയി ചെയ്യാം, ആദ്യം അത് സർജറി ചെയ്ത് അതെന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരും കൂടെ പറഞ്ഞു. അങ്ങനെ ഞാൻ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് മാറി വേറെ ഹോസ്പിറ്റൽ, അമൃത ഹോസ്പിറ്റലിലേക്ക് ചെന്നു. അവിടെ ചെന്നപ്പോൾ ഡോക്ടർ സുധീർ, അദ്ദേഹം ഗ്യാസ്ട്രോ സർജനാണ്. അദ്ദേഹമാണ് എനിക്ക് ആ പോസിറ്റീവ് എനർജി എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഞാൻ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന ഒരു ചിന്താഗതി ഉള്ള ഒരുത്തരാണ്. അദ്ദേഹം പറഞ്ഞു സുധീറിന് എന്താ പ്രശ്നം, സുധീറെ ഞാൻ സർജറി ചെയ്തുതരാം. പിന്നെ അതിന്റെ കോംപ്ലിക്കേറ്റഡ് വശങ്ങൾ എന്ന് പറഞ്ഞാൽ സർജറി ചെയ്ത് കുടൽ മുറിച്ച് കളഞ്ഞ് കുടൽ ജോയിന്റ് ആയില്ലെങ്കിൽ ചിലപ്പോൾ ബാഗ് തൂക്കിയിട്ട് നടക്കേണ്ടി വരും. അങ്ങനെയാണ് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ ബാഗ് തൂക്കിയിട്ട് നടക്കേണ്ടി വരും. അങ്ങനെ അതുകൊണ്ട് സർജറി കഴിഞ്ഞാൽ കുടൽ ഇൻഡസ്റ്റൈൻ ജോയിന്റ് ആകാൻ വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പോ എന്താ പറഞ്ഞ ഞാൻ പറഞ്ഞു സാർ എന്താണെന്ന് വെച്ചാൽ ചെയ്തു. ഞാനൊന്നും മിണ്ടിയില്ല. സർജറി ഡേറ്റ് ഫിക്സ് ചെയ്തു. അങ്ങനെ ജനുവരി 11-ാം തീയതി സർജറി ഫിക്സ് ചെയ്ത് എന്താ സർജറി അത് കഴിഞ്ഞു.
ഈ പറഞ്ഞ പോലെ തന്നെ ഞാൻ പിന്നെ ബോധം തെളിയുമ്പോഴത്തേക്ക് ഡോക്ടർ വന്നിട്ട് സുധി അറി ഓക്കെ ഇവിടെ സംസാരിക്കുക അങ്ങനെ അറി ഓക്കെ ഞാൻ പറഞ്ഞു ഓക്കെ ഡോക്ടർ സുധി സർജറി കഴിഞ്ഞു രണ്ട് ഇത്ര നീളത്തിൽ ഏകദേശം ഒരു 1 ഫീറ്റിൻ്റെ അടുത്ത് ഞാനങ്ങ് കുടൽ മുറിച്ച് കളഞ്ഞു കേട്ടോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു കുടലിന് 1.5 മീറ്റർ നീളമുള്ളൂ, ലാബ് ഇൻഡസ്ട്രീന് 1.5 മീറ്റർ നീളം. അതിൽ ഞാൻ കുറച്ച് മുറിച്ച് കളഞ്ഞു, കാരണം കുറച്ച് കൂടുതലങ്ങ് പോട്ടെ. അല്ല ആള് ഉള്ള വെച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ചാൽ മതി, കാരണം കുറച്ച് സേവ് സൈഡിന് പുള്ളി അങ്ങനെ സംസാരിക്കാൻ ഒരു കുഴപ്പമില്ല. ഓക്കെ അങ്ങനെ പറഞ്ഞു. ടെൻഷൻ അടിക്കണ്ട, സിനിമയ്ക്കൊക്കെ നമുക്ക് പോവാം, സിനിമ പോകുന്നില്ല, ദൈവം കൂടെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ പോയി. അങ്ങനെ ആ സിനിമ ചെയ്യാൻ പറ്റും എന്നൊരു ആഗ്രഹം, ആ സിനിമ ചെയ്യണം. കാരണം നമ്മളൊന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഒരു പ്രതീക്ഷ, ഈ പടം ഇറങ്ങിക്കഴിഞ്ഞാൽ വിജയിച്ചു കഴിഞ്ഞാൽ തെലുങ്കിൽ മേടിക്കാം, ഒന്ന് വീണ്ടും ഒരു എന്താ പറയുക അവിടെ സജീവമാകാന്നൊക്കെ ഒരു പ്രതീക്ഷ എൻ്റെ മനസ്സിലൊക്കെ വെച്ചാണ് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അത് പെട്ടെന്ന് ബ്ലോക്ക് വന്നപ്പോഴത്തേക്ക് ഈ പറഞ്ഞ പോലെ തന്നെ മുന്നോട്ട് പോകാനും അതിജീവിക്കാനും എല്ലാത്തിനും അതിജീവിക്കാനുള്ള ഒരു പവർ വന്ന ആ സിനിമ തന്നെയാണ്. അപ്പോൾ ഏതായാലും എന്താ സംഭവം എന്ന് വെച്ചാൽ ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ പോലെ 11 തീയതി സർജറി കഴിഞ്ഞു, ഒരു 2 ദിവസം കഴിഞ്ഞ് റൂമിലേക്ക് മാറ്റി. അല്ല 2 ദിവസം കഴിഞ്ഞ് മാറ്റില്ലേ, 2 ദിവസം കഴിഞ്ഞ് റൂമിലേക്ക് മാറ്റി. നേരെ പിന്നെ റൂമിൽ കൊണ്ടുവന്നു. ഡോക്ടർ പറഞ്ഞു അപ്പം തന്നെ ഈ ഓൾമോസ്റ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് കണ്ടുകൊണ്ടാണ് റൂമിലേക്ക് മാറ്റി. ഇതിൻ്റെ കുടൽ ജോയിൻ്റ് ആകാനുള്ള എല്ലാ ഇതുമാണ്. നടക്കാൻ പറഞ്ഞോളൂ, വരാന്തേക്കോട്ടെ. അങ്ങനെ നടക്കാൻ തുടങ്ങി. ഈ ബാഗും എല്ലാം തൂക്കിയിട്ടുണ്ട്, ബ്ലഡിൻ്റെ ബാഗ് ഉണ്ടല്ലോ അതൊക്കെ തൂക്കും എല്ലാം ഇട്ടോട്ട് യൂറിൻ്റെ ബാഗുണ്ട്. പിന്നെ നടന്നു. അത് ആ നടപ്പ് അങ്ങനെ നടന്നു. ഒരു പിന്നെ 16-ാം തീയതി ആയപ്പോഴത്തേക്ക് പിന്നെ ഈ ബാഗൊക്കെ എടുത്ത് മാറ്റി. 5-6 ദിവസം കഴിയുമ്പോൾ ബാഗ് എടുത്ത് മാറ്റി വീട്ടിൽ പോയിക്കോളാൻ പറഞ്ഞു. അങ്ങനെ വീട്ടിൽ പോയാലും ഞാൻ ബാഗ് എടുത്ത് മാറ്റി. ഇവിടെ സ്റ്റിച്ചുണ്ട്, ഇവിടുന്ന് ഇവിടം വരെ ഒരു 10-14 സ്റ്റിച്ചുണ്ട്. അപ്പം ഞാൻ വീട്ടിൽ വന്നു നടക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ ഉടനെ ചോദിച്ചു, എന്തിനാ ഇവിടെ നടക്കണേ, ജിമ്മിൽ പോയി ട്രെഡ്മിൽ നടന്നൂടെ? ജിമ്മോ? ഞാൻ ഇവിടുന്ന് സർജറി കഴിഞ്ഞ് 8-ാം പക്കം 18-ാം തീയതി ഞാൻ ജിമ്മിൽ ചെന്നു. 18-ാം തീയതി ഞാൻ സ്റ്റിച്ച് കൊണ്ട് വെച്ചുകൊണ്ട് ജിമ്മിൽ ചെന്നപ്പോഴത്തേക്ക് അവരെല്ലാം കൂടെ ഞാനിവിടെ തീരാൻ പോയി. ഞാൻ പല ന്യൂസ് വെളിയിൽ വന്നു, സുധീർ തീർന്നു, കിരിക്കാടൻ ചത്തു എന്ന് വെച്ചാൽ അവരെല്ലാം ഇങ്ങനെ ഇരിക്കുക. അങ്ങനെ ഇരിക്കുക. ഞാൻ ജിമ്മിലേക്ക് എത്തപ്പോൾ സുധീരേട്ടാ ഞങ്ങൾ കുറച്ച് ന്യൂസൊക്കെ കാരണം എന്ത് പറ്റി, വലിയ ക്ഷീണം വല്ലതും ഉണ്ടോ? ഒന്നുമില്ല, നമ്മളൊരു ചെറിയ സ്ഥലത്തിനുണ്ട് പൈൽസിൻ്റെ, അത് കഴിഞ്ഞു. അങ്ങനെ ഞാൻ ട്രെഡ്മില്ലിൽ നടക്കാൻ തുടങ്ങി. പതുക്കെ നടന്നു. അവിടെ നിന്ന് വീട്ടെടുക്കാൻ തുടങ്ങി. പതുക്കെ കൈ ഒന്ന് അനക്കി കൊടുത്തു. അങ്ങനെ ചെയ്ത് 26-ാം തീയതി അപ്പം ഞാൻ ഓരോ സാധനങ്ങളും ഡോക്ടർ കഴിച്ചിട്ടുണ്ട്. ഡോക്ടർ എന്നെ ഇങ്ങനെ കണ്ടിട്ട് അതിശയിക്കാം, ഈ മനുഷ്യൻ എന്ത് സാധനം. അങ്ങനെ പിന്നെ 16-ാം തീയതി ഷൂട്ട് തുടങ്ങുന്ന സാധനം ഷൂട്ടങ്ങ് 25-ാം തീയതിക്ക് മാറി. അതെ, അങ്ങനെ 25-ാം തീയതി സ്റ്റിച്ച് എടുക്കുന്ന ദിവസമാണ്. അങ്ങനെ 25-ാം തീയതി എന്നുള്ളത് 2-ാം തീയതിക്ക് മാറി. അപ്പൊ 25-ാം തീയതി എന്റെ സ്റ്റിച്ചൊക്കെ എടുത്തു. പിന്നെ ഞാൻ സ്ട്രോങ് ആയിട്ട് ജിമ്മിൽ പോകാൻ തുടങ്ങി. ജിമ്മിലും അത്യാവശ്യം നടക്കാനും എല്ലാം തുടങ്ങി ഫാസ്റ്റായിട്ട്. 30-ാം തീയതി ഇവിടുന്ന് നേരെ ഫ്ലൈറ്റ് കയറി ഞാനും പ്രിയയും കൂടെ അവിടെ നേരെ ഹൈദരാബാദിൽ പോകുന്നു. 2-ാം തീയതി ഷൂട്ട് തുടങ്ങി. അവിടെ ചെന്നിട്ടേ വില്ലനായിട്ട് അല്ലേ ചെയ്യുന്നത് അല്ലേ? നാഗാർജുനയുടെ അനിയൻ സുമന്തിന്റെ വില്ലനായിട്ടാണ്. അതെന്താ സംഭവം എന്ന് വെച്ചാല് ചെല്ലുമ്പോ തന്നെ ഫൈറ്റാണ്. ചെല്ലുമ്പോ തന്നെ ഫൈറ്റാണ്. ഫൈറ്റ് എന്ന് വെച്ചാൽ 3 രാത്രി നീണ്ടു നിൽക്കുന്ന സോളോ ഫൈറ്റ് നായകനുമായിട്ട്. ഗംഭീരം. ഞാനിതൊന്നും മിണ്ടിയില്ലല്ലോ. ഞാനൊരു വലിയൊരു എന്താ പറയുക ബെൽറ്റിങ് വലിച്ചു കിട്ടി, കട്ടൊക്കെ ഇട്ട് നേരെ ആയിട്ട് ആരോടും മിണ്ടാതെ നായകനുമായിട്ട് ഫൈറ്റ് എന്ന് വെച്ചാൽ ഇതുവരെ ചെയ്യാത്ത രീതിയിലുള്ള ഫൈറ്റ് എല്ലാം ചെയ്ത് ഫൈറ്റ് കഴിഞ്ഞ് ലാസ്റ്റ് അവിടെ നിന്ന് പിരിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പതുക്കെ ഡയറക്ടറോട് മറ്റേ നായകനോട് പറഞ്ഞു, എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, എനിക്ക് ക്യാൻസർ വന്നിട്ട് സർജറി കഴിഞ്ഞു, പക്ഷേ ഈ സിനിമയിൽ ചെയ്യണമെന്ന് ആഗ്രഹം കൊണ്ട് മാത്രമാണ് ഞാനത് ചെയ്തത്. നീ കുഴപ്പമൊന്നുമില്ല, ബോഡി എല്ലാം ഓക്കെ, നിങ്ങളുടെ സംഭവം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഹീറോ ഇത് കേട്ടിട്ട് ഇങ്ങനെ സ്റ്റണ്ടായിട്ട് ഇങ്ങനെ നിൽക്കുകയായിരുന്നു. അത് പറഞ്ഞിരുന്നെങ്കിൽ പുള്ളി എന്നോട് ഫൈറ്റ് ചെയ്യാൻ നിൽക്കില്ല. എന്നിട്ട് ഞാൻ കാണിച്ചു കൊടുത്തു, എൻ്റെ സ്റ്റിച്ച് കാണിച്ചു കൊടുത്തു. ഇവിടെ നിന്ന് വന്നിട്ട് അതിൻ്റെ ഇടയിൽ ബ്ലഡ് ഇങ്ങനെ പിടിച്ചു വരുന്നുണ്ടായിരുന്നു. പിടിച്ചിട്ട് ബെൽറ്റ് അടിച്ച് കാണിച്ചപ്പോഴത്തേക്ക് ആ ബെൽറ്റിൽ മുഴുവൻ ഇങ്ങനെ ബ്ലഡ്
അപ്പോൾ ചെറിയ പോയിന്റ് അപ്പോൾ ഉടനെ കാര്യം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ കുടൽ ഡോക്ടർ പറഞ്ഞതനുസരിച്ച് ഒരു കുടൽ മുറിഞ്ഞു പോയാൽ അത് ജോയിൻ്റ് ആയാൽ 14 days 14 ദിവസം എടുക്കും. 14 ദിവസം ആയപ്പോഴത്തേക്ക് കുടൽ ജോയിൻ്റ് ആയി. അപ്പോൾ പിന്നെ ഞാൻ ചോദിച്ചു ഡോക്ടറെ ഫൈറ്റിൻ്റെ ഇടയിൽ കുടൽ പിന്നെ പൊട്ടിപ്പോകും? ഒരിക്കലും ഇല്ല, പൊട്ടുവന്നില്ല ധൈര്യം. ആ ഒരു ധൈര്യം മതി എനിക്ക്. പിന്നെ അത് കഴിഞ്ഞിട്ട് ആ പടം ചെയ്ത് ആ പടം ഒരു 12 ദിവസത്തോളം ഉണ്ടായിരുന്നല്ലോ നമ്മളവിടെ. 12-13 ദിവസം നിന്നിട്ട് ആ പടം മുഴുവൻ തീർത്തു. പിന്നെ നേരെ തിരിച്ചു വന്നിട്ടാണ് ഡോക്ടർ ഞാൻ ഇനി എന്താ അടുത്ത പരിപാടി പോയിട്ട് ഫൈറ്റ് ചെയ്തു പറഞ്ഞപ്പോഴാണ് ഞാൻ ആദ്യം പ്രേക്ഷിച്ചാ പറഞ്ഞു. അപ്പൊ ഞാൻ ഇതേ സുധീരന്റെ പല കാര്യങ്ങളും ഇങ്ങനെയാ. നമ്മള് സുധീരനല്ല നിസ്സാരം, നമ്മള് പുള്ളി ചെയ്ത പല കാര്യങ്ങളും നമ്മള് ഇങ്ങനെ ഇരിക്കും. സാധാരണ ഇപ്പം നമുക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. ഞാൻ പക്ഷെ ഇതുവരെ എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ ഇതിന് വേണ്ടിയിട്ട് ആരുടെ അങ്ങനെ ഇപ്പം നമ്മൾ വീട്ടിൽ പോകുന്നതോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഷൂട്ട് ചെയ്തിട്ടില്ല. എപ്പോഴും ട്രാവലോഗും മാത്രമൊക്കെ ആയിട്ടാണ്. പക്ഷെ എനിക്ക് ഒരു ചെറിയൊരു നിർബന്ധം ഉണ്ടായിരുന്നത് സുധീരൻ്റെ ഇപ്പം ഈ പറഞ്ഞ കാര്യങ്ങൾ ഇവരിലേക്ക് എത്തിക്കണം എന്നുള്ളതായിരുന്നു. കാരണം അത് നമുക്ക് ഒരുപാട് ഗുണം ചെയ്യുന്നു ഇങ്ങനത്തെ കാര്യങ്ങൾ. സാധാരണ ആൾക്കാർ ചെറിയൊരു പനി വരുമ്പോൾ തന്നെ അയ്യോ ഇപ്പൊ കൊറോണ വന്നിട്ട് തന്നെ ചില ആൾക്കാർ എൻ്റെ ചേട്ടാ ഒരുവിധം നമ്മളൊന്ന് സ്ട്രോങ് ആയിട്ട് നിൽക്കാന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാം സുഖമായിട്ട് കയറി പോരാമെന്നാണ് എനിക്ക്. തീർച്ചയായിട്ടും നമ്മുടെ മൈൻഡ് സ്ട്രോങ് ആക്കുക. ഞാൻ എല്ലാവരോടും എല്ലാ ക്യാൻസർ പേഷ്യന്റിന് വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ ഡിക്ലെയർ ചെയ്തത്. ഞാനിത് ആരോടും പറയേണ്ടതെന്ന് വെച്ചാൽ അത് ആരോടും ആരും പറയാതെ തന്നെ ഞാൻ എൻ്റെ ഫേസ്ബുക്കിലൂടെയാണ് ഞാൻ പറഞ്ഞത് എനിക്ക് ഇങ്ങനെ ഒരു ക്യാൻസർ പടം എങ്ങനെയാണ് എനിക്ക് ഭേദമായി. അത് ഞാൻ സർജറി കഴിഞ്ഞിട്ട് പിന്നെ 6-ാം പക്കം 7-ാം പക്കം ഞാൻ നടക്കാൻ തുടങ്ങി, ട്രെഡ്മിൽ നടക്കാൻ തുടങ്ങി, ജിമ്മിൽ പോകാൻ തുടങ്ങി. എന്നിട്ട് 26 സ്റ്റിച്ച് എടുത്ത് ആ നിമിഷം തൊട്ട് ഹെവി വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങി. 2-ാം തീയതി പോയിട്ട് ഹെവി ഫൈറ്റ്, ഉറക്കുന്നത് ഫൈറ്റ്, തെലുങ്ക് പടത്തിലെ ഫൈറ്റ് അറിയാമല്ലോ. അപ്പൊ അതുപോലെ അത് കാര്യം വെച്ചാൽ അത് മനസ്സിന്റെ കെട്ടിയും. കാരണം നമ്മളിതൊന്നൊരു വിഷയമല്ല, നമുക്ക് ജീവിക്കണം, നമുക്ക് തോറ്റു കൊടുക്കാൻ പാടില്ല, നമുക്ക് തോക്കില്ല. ആ ഒരു ചിന്തയാണ് എല്ലാവർക്കും എല്ലാ ക്യാൻസർ അല്ല ഏത് അസുഖത്തിനെ ഫേസ് ചെയ്യുന്ന എല്ലാവരോടും എനിക്ക് തരാനുള്ള ഒരു അഡ്വൈസ് അതാണ്. നമ്മളൊന്നും ഒരു എന്താ പറയാ നമ്മളൊന്ന് എന്ത് കാര്യത്തിന് നമ്മൾ അതിനെല്ലാം അതിജീവിക്കും. ഈ ടെൻഷൻ അടിക്കുമ്പോൾ എന്നെ വേറൊരു കുഴപ്പം അറിയാം. ടെൻഷൻ അടിക്കുമ്പോൾ എന്തെങ്കിലും ഒരു അസുഖം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കൂടുകയുള്ളൂ, കുറയില്ല ഒരിക്കലും അല്ലേ. നമ്മളങ്ങ് മെന്റലി ഭയങ്കരമായിട്ട് അങ്ങ് ഡൗൺ ആവും. അപ്പൊ നമുക്ക് സുധീരൻ പറഞ്ഞ ഓരോ പോയിന്റ്സും നമുക്ക് ഓരോരുത്തർക്ക് എപ്പോഴും ഓർക്കേണ്ടതായിട്ടുള്ള പോയിന്റ്സ് ആണ് അല്ലേ. തീർച്ചയായിട്ടും നമ്മള് ടെൻഷൻ ഇതിപ്പോ ഈ പറഞ്ഞ പോലെ തന്നെ ഇൻ കേസ് മരിക്കാനാണ് യോഗം മരിക്കും. അല്ല അത് ടെൻഷൻ അടിച്ചിട്ട് നമ്മള് സ്വയം കൊല്ലുന്നതിന് ഇല്ലേ. ടെൻഷൻ അടിച്ചാൽ നമ്മുടെ ഉള്ള ആരോഗ്യം കൂടെ വീക്കായിരിക്കും. അതിനായില്ല നമ്മളത് ഇപ്പൊ തന്നെ ഞാൻ പറഞ്ഞില്ലേ അതിൻ്റെ ഇടയ്ക്ക് കോവിഡും കൂടെ വന്നു. കോവിഡ് വന്ന് ഓക്സിജൻ ഞാൻ കീമോതെറാപ്പി ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടയ്ക്കാണ് കോവിഡ് വന്നത്. അതാണ്ട് പിന്നെ ഓക്സിജൻ ലെവലൊക്കെ കുറഞ്ഞു, ബ്രീത്ത് ഭയങ്കര, ബ്ലഡ് കൗണ്ട് കുറഞ്ഞു ഭയങ്കര. എന്നിട്ടും പേടിച്ചില്ല, നല്ല സുന്ദരമായിട്ട് പാട്ടും പാടിയിരുന്നു, വോയിസ് ഒന്നും ഇല്ല. സുധീരന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റില് കീമോതെറാപ്പിക്ക് പോയപ്പോ ഞാൻ നോക്കിയപ്പോൾ അവിടുത്തെ ബെഡിൽ പാട്ടും പഠിക്കുന്നു. അല്ല ഞാനിപ്പോ ഒന്നാമത്തെ ഞാനിതൊക്കെ ചെയ്യുന്നതെന്ന് വെച്ചാല് എനിക്ക് വേണ്ടിയല്ല, മറ്റുള്ളവർക്ക് വേണ്ടി. എനിക്ക് അസുഖം വന്നെന്ന് എനിക്ക് വേണം മിണ്ടാതിരിക്കാം. എനിക്ക് ക്യാൻസർ വന്നെന്ന് ഒരാളിപ്പോ എനിക്ക് ക്യാൻസർ എന്ന് പറഞ്ഞാൽ ആരും എനിക്ക് കൊണ്ട് 4 കിലോ റേഷനൊക്കെ കൊണ്ട് തരുമോ എന്തെങ്കിലും എനിക്കിട്ട് നിൽക്കുന്നത് ആരും ഒന്നും ചെയ്യില്ല. അപ്പൊ ഞാനിത് മറ്റുള്ളവരെ അറിയിക്കുക എന്ന് പറഞ്ഞാല് എനിക്ക് വയ്യാതെ വന്നപ്പോ എങ്ങനെയോ ന്യൂസ് തട്ടായി സുധീർ തീർന്നു മരിക്കാൻ പോണെന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു എനിക്കൊരു കുഴപ്പമില്ല. കാര്യം നമ്മളെന്ന് പറഞ്ഞാൽ അത് ഈ പറഞ്ഞ പോലെ അപ്പൊ മറ്റുള്ളവര് അത് നെഗറ്റീവ് ആവും കേൾക്കുന്നവർക്ക്. ക്യാൻസർ സുധീർ മരിക്കാൻ പോകണം, പിന്നെ നമ്മളായാലും പറയണം ഒന്നും സംഭവിക്കില്ല. ക്യാൻസർ എന്ന് പറഞ്ഞാൽ നത്തിങ്. നമ്മളതിനെയൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടം പോലെ അതിജീവിക്കാൻ പറ്റും. ഞങ്ങളിത് ന്യൂസ് അറിഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ ചേട്ടനെ കാണാൻ വരണം, നമ്മൾ ഔട്ടിങ്ങിനൊക്കെ പോകാൻ അന്ന് വന്നതെന്ന് സത്യം പറഞ്ഞാൽ ചെറുതായിട്ടൊന്ന് പേടിച്ചാ വന്ന. അമ്മ ഭയങ്കരമായിട്ട് പേടിച്ചു. അമ്മ സുധീറിനോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ഒരു പ്രധാന പറഞ്ഞ ഒരു നായക നടൻ പറഞ്ഞു സുധീറിന് ഇങ്ങനെ പറ്റുമോ, പിന്നെ നമുക്ക് ആർക്കൊക്കെ എപ്പോഴെങ്കിലും വരാമെന്ന് പറഞ്ഞാണ് ഞാൻ പറഞ്ഞു തന്നു. ബോഡി നോക്കുന്ന ഒരാളും കൂടിയാണ്. അപ്പൊ പെട്ടെന്ന് അങ്ങനെ വരുമ്പോ നമുക്ക് പെട്ടെന്ന് ഒരു ഷോക്ക് ആയിരുന്നു. എന്നിട്ട് ഞങ്ങൾ ആദ്യമായിട്ട് കാണാൻ വന്നത് ഞങ്ങളിങ്ങനെ പേടിച്ചു വരുന്നത് ദൈവം എങ്ങനെയായിരിക്കും അതിങ്ങനെ ഞാൻ ഇവര് വെള്ളം കൊടുപ്പ് കിട്ടും മിടുക്കനെടുക്കും സുധീരനെ ശരിക്കും എന്നെ പറ്റിയാന്നെ പറഞ്ഞതാട്ടാ. അപ്പൊ എന്താ സംഭവം വെച്ചാല് പിന്നെ ഈ സാധനം ഞാൻ എന്നിട്ട് ന്യൂസ് സുധീരൻ എങ്ങനെയുണ്ട് ഇപ്പൊ ദൈവത്തെ വിശ്വസിക്കുക ദിവസവും അങ്ങനെയൊക്കെ ഓരോരുത്തർ വിളിക്കുക. എന്റെ ഗുരുനായ മറ്റേ
എന്താ പറയാ ജോണി ചേട്ടൻ, ബെന്നി ചേട്ടൻ, ബെന്നിപ്പി നാരായണൻ, അവരൊക്കെ എന്നെ വിളിച്ചിട്ട് ന്യൂസ് അറിഞ്ഞ് എന്നെ വിളിച്ചു. ഞാൻ പറഞ്ഞു എന്റെ പൊന്നിയേട്ട ഒന്നുമില്ല. അങ്ങനെയാണ് ഞാൻ തന്നെ ഫേസ്ബുക്കിൽ പറയുന്നത്, ഒന്നുമില്ല എനിക്ക്, ഞാൻ ഇങ്ങനെയാണ്, പെട്ടെന്ന് തന്നെ കുടലിൽ ഏതോ കഴിച്ച, എങ്ങനെ ക്യാൻസർ പാരമ്പര്യമില്ല, ഒന്നുമില്ല. അപ്പൊ എന്തോ ഉപയോഗിച്ച ബോഡി ബിൽഡിങ്ങിന് ഉപയോഗിച്ച ചിക്കൻ കൂടുതൽ കഴിച്ചുകൊണ്ടാവും, ഏതോ ഒരു ഹോർമോൺ എക്സ്ട്രാ ശരീരത്തിൽ ജനിതക മാറ്റം ഉണ്ടായി, അങ്ങനെയാണ് ഇത് ഉണ്ടായത്. അപ്പൊ അതിനെ അതിജീവിച്ച് ക്യാൻസർ മുറിച്ച് കളഞ്ഞു. അതിന്റെ കീമോ ചെയ്യാൻ വന്നു. കീമോ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് 4 എണ്ണം കഴിഞ്ഞപ്പോഴത്തേക്ക് കോവിഡ് വന്നു. അതിനെ അതിജീവിച്ച് 2ാമത് കീമോ ചെയ്യുന്നു. സിനിമത്തെ കണ്ണൻ താമരക്കുളത്തിന്റെ 12ാമത്തെ തുടങ്ങാണ് അതിന്റെ അദ്ദേഹത്തിന്റെ ഇത് വെബ് സീരീസ്. അപ്പം അതിൽ അഭിനയിക്കാൻ പോകുന്നു. അർജുന്റെ കൂടെയാണ്, അർജുനാണ് അതിനകത്ത് അഭിനയിക്കുന്നത്. അപ്പം അത് ചെയ്യാൻ പോകുന്നു. അപ്പം നമ്മൾ എന്താ പറയാ, ആസ് യൂഷ്വൽ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ പോകുന്നു. ക്യാൻസർ അതിന്റെ വഴിക്ക് പോകുന്നു. അതെ, ഇത്രേ ഉള്ളൂ. അപ്പൊ ഇതുകൊണ്ടാണ് ഞാൻ ഇന്ന് സുധീറേട്ടനെ പ്രത്യേകമായിട്ട് ഞാൻ ഇവിടെ വരുന്നതായിട്ടും ഇവിടുത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരാമെന്ന് വിചാരിച്ചത്. ഗോട്ടി, ഓക്കെ, നമുക്ക് ചായ കുടിക്കാം. ഇതൊക്കെയാണ് ഞങ്ങളുടെ ഒരു ദിവസം അല്ലേ, നല്ല അടിപൊളിയായിരുന്നു. ഇവിടെ ഇതൊക്കെ എപ്പോഴും നടക്കുന്ന പ്രക്രിയകളാണ്. എപ്പോഴും ഇങ്ങോട്ട് വരിക, എന്തെങ്കിലും വീഡിയോ പിടിച്ചോളൂ. അതെ, പരത്തിന്റെ പാട്ടൊക്കെ പാടി ഭയങ്കര രസം, ഒരു നല്ല റിലീഫ് അല്ലേ. അങ്ങോട്ട് ഇനി സ്വന്തമായിട്ട് മൈക്കൊക്കെ ആയിട്ട് പിന്നെ വരും. സുധീരേട്ടാ.